സുരാത്ത് നിരാശയില്ലയാ കനവിൽ. വെൽക്കം ബാക്ക്. അത് ഏറെ ഞെട്ടിക്കുന്ന, ഏറെ ഞെട്ടലുളവാക്കുന്ന, സാധാരണഗതിയിൽ നമ്മൾ ഞെട്ടൽ എന്ന് പറയുമെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോകൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ്റെ കരിയറിൽ തന്നെ ഇതുപോലൊരായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് കാമക്കടുവകളെ നിരന്തരമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി കാമക്കടുവകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസിലും വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ നിരവധി കാമക്കടുവകളെ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത, ഓളെ എന്ത് വിളിക്കണമെന്നറിയത്തില്ല, അത്തരത്തിലൊരു കാമക്കടുവ എന്ന് പറയാനൊക്കില്ല, ഒരുപക്ഷെ ഒരു കാമപിശാച് അല്ലെങ്കിൽ ഒരു കാമക്കടുവയായി മാറിയ ഒരു സ്ത്രീയാണ് കാണാൻ സാധിക്കുന്നത്. അതേ കൊച്ചുവേളി എക്സ്പ്രസിൽ വീട്ടമ്മയുടെ അഴിഞ്ഞാട്ടം. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത്, ഫേസ്ബുക്കിൽ കാണുന്ന പകയന്മാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചുവേളി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നത്. പകൽ ഒരു സ്ത്രീ കാമപിശാചായി, കാമക്കടുവയായി മാറുകയാണ്. അതായത് സഹയാത്രികനായ ഒരു പാഹ്യൻ, ഏറിയാൽ 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാഹ്യൻ. ഒന്ന് ആലോചിച്ച് വെക്കുക. സഹയാത്രികനായി ഓൻ ഓപ്പോസിറ്റ് സീറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ ആരുമില്ലെന്നൊരു തോന്നലിൽ, അതായത് ആ കമ്പാർട്ട്മെന്റിൽ ആളൊഴിഞ്ഞപ്പോൾ, അതുവരെ ഓള് കാത്തിരിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ആ കള്ള ഹിമാറ് കാമപിശാചായ ആ ഒരു പാഹ്യന്റെ മേൽ ചാടി വീഴുകയാണ്. അതായത് ഒരു പശുക്കിടാവിനെ പോലെ, ഒരു കാളക്കുറ്റിനെ പോലെ പാല് കുടിക്കാൻ വെമ്പുന്ന പോലുള്ള ആക്ഷനുകളാണ് ഓള് കാണിക്കുന്നത്. എന്താണ് ഓൾക്ക് പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്താണ് ഓള് കഴിക്കുന്നത്? എന്താണ് ഓൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. സാധാരണ നിലയ്ക്കൊരു സ്ത്രീ ഇങ്ങനെ പെരുമാറിയത് നമ്മൾ കണ്ടു പരിചിതമുള്ള ഒരു സംഭവമല്ല. ഇത് എന്താണ് സംഭവിച്ചത്? ഓള് ഡ്രഗ് അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ മദ്യാസക്തിയിലാണോ, അല്ലെങ്കിൽ ഒരു തനി കാമപിശാചായി ഹോർമോൺ ബാലൻസ്, ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഓള് മാറുകയായിരുന്നു. സാധാരണ നിലയ്ക്ക് ട്രെയിനിലൊക്കെ ഈ പഹയന്മാർ, ചെറുക്കന്മാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാമക്കടുവകളായി മാറാൻ ശ്രമിക്കുന്ന പുരുഷന്മാരെ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട് വിവിധ മേഖലകളിൽ. ഇവിടെ ഒരു സ്ത്രീയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകാവസാനത്തിൻ്റെ ചില ലക്ഷണങ്ങളിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓൾ ഇങ്ങനെ ആണെങ്കിൽ ഓളുടെ സമീപവാസികളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ താമസിക്കുന്ന പഹയന്മാർ, അവിടുത്തെ ഈ പറഞ്ഞ വിദ്യാർത്ഥികളടക്കമുള്ള ഹിമാറുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഓൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അത്രയും അധികം ഓള് വേറൊരു ലെവലിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ ഓൾക്ക് സംഭവിച്ച വലിയൊരു പിഴവ് എന്ന് പറയുന്നത് ക്യാബിനിൽ, അതായത് കമ്പാർട്ട്മെന്റിൽ ആരുമില്ല എന്നൊരു തോന്നലിലാണ് ഓൾ ഇത്രയും അധികം ആവേശത്തോടൊരു കടുവയായി മാറിയത്. പക്ഷേ ഓൾക്ക് തെറ്റിയത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പങ്കുവച്ചിരുന്ന ഒരു യുവാക്കൾ, അതായത് ഒരു പെൺകുട്ടിയും ഒരു ചെറുക്കനും തമ്മിലുള്ള ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് പിന്നെ അവർ തന്നെ, അതായത് അതിൽ പെട്ട ആളുകൾ തന്നെ വിളിച്ചിട്ട് അത് മാറ്റണമെന്ന് പറഞ്ഞ് അതിലിട്ടിരുന്നു. വേറെ ആരൊക്കെ ഇട്ടിരുന്നു. നമ്മൾ പറ്റാവുന്ന രീതിയിൽ അത് ഇട്ടവരെ കൊണ്ടത് വീഡിയോ മാറ്റിക്കൊടുത്തു. അവരത്രയും അധികം റിക്വസ്റ്റ് ചെയ്തു, അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു വിഷയം അബദ്ധമാണ് ചെയ്തതെങ്കിലും അങ്ങനല്ല. അതായത് ഒരു സമ്പൂർണ്ണ ഒരു കാമപിശാചായി മാറുന്ന രീതിയിലേക്ക്, ഒരുപക്ഷെ ട്രെയിനിൽ കയറുമ്പോൾ ഈ ഒരു സ്ത്രീ അതിലുണ്ടെങ്കിൽ മറ്റുള്ള പഹയന്മാരുടെ, ഒറ്റപ്പെട്ടു പോകുന്ന പഹയന്മാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഓലെ അവസ്ഥ വളരെ ഒരു ഭീഷണിയാണ്. ഓല് ഒന്ന് ആലോചിച്ച് നോക്കുക. ലോലഹൃദയന്മാരായിട്ടുള്ള പഹയന്മാരൊക്കെ ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഈ ഒരു സ്ത്രീ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ചു. ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വല്ല കമ്പനിക്കാരും വല്ലതും ഉണ്ടോ? ഈ പറഞ്ഞ സെക്സ് റാക്കറ്റിൻ്റെ വല്ലതും പ്രവർത്തന ഫലമായോ? അതിൻ്റെ ഒരു കണ്ണിയാണോ എന്ന് നമുക്കറിയില്ല. കണ്ടിട്ടൊരു കുടുംബിനിയായിട്ടാണ് തോന്നുന്നത്. വളരെ ആകർഷകനായി ആ ഒരു പഹയനിൽ നോക്കിയിരിക്കുന്ന സീനുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഓനോടൊരു മോഹബത്ത്, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തുടക്കം തൊട്ടേ ഓനെ കാണുന്നു, ഓനോടൊരു മോഹബത്ത് തോന്നുന്നു. അതിനുശേഷം ഓൻ ഈ പറഞ്ഞ കണക്ക് ഒറ്റപ്പെടുമ്പോൾ, കമ്പാർട്ട്മെൻറ്റിൽ വേറെ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ഈ ഒരു വീട്ടമ്മ ഒരു കാമപിശാചായി തൻ്റെ വികാരങ്ങൾ അയച്ചു വിടുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു ട്രെയിൻ യാത്രികനും ഉണ്ടാവാതിരിക്കട്ടെ. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ പ്രചരിക്കുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ഈ ഒരു സ്ത്രീയുടെ സമീപത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്, അതായത് അവരുടെയൊക്കെ പേരൻസിന് വലിയ ഭീഷണിയാവും. ചിലപ്പോൾ എല്ലാ അയൽക്കാർ കള്ള ഹിമാറുകൾ ഉടൻ തന്നെ സ്ഥലം കാലിയാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അത്രയും അധികം പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. ഞെട്ടിക്കുന്നത് നമ്മൾ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ഞെട്ടിക്കുന്ന ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഞെട്ടിക്കുന്ന ഒരു ഐറ്റം ഇതാദ്യമായിട്ടാണ് കാണുന്നത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു ചെക്കൻ്റെ മുഖം വ്യക്തമല്ല. ഓൻ്റെ മുഖം കണ്ടില്ല. ഓൻ്റെ മുഖം കണ്ടിരുന്നെന്ന് ആലോചിച്ച് ഓൻ്റെ കുടുംബം തകർന്ന് ഓന് കല്യാണമേ നടക്കാണ്ട് ഒരു ഹലാക്കിലെ ജീവിതമായി ആ ഒരു പഹയൻ്റെ മാറുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഓൻ്റെ മുഖം ഇതിൽ വ്യക്തമായില്ല. ഓൻ ജസ്റ്റ്
വിറ്റ് കഴിച്ചിലായെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയും ഇതുപോലുള്ള കലാപരിപാടികൾ കാണിക്കുമ്പോൾ ഇത്തരം ചേച്ചിമാർ കയറുമ്പോൾ അവരോടൊപ്പം, അതായത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തവരല്ല, എന്തായാലും ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുന്ന ഒരുമിച്ച് യാത്ര ചെയ്തതിലെ ബാഗുണ്ട് പുള്ളിക്കാരുടെ ഓൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പഹയനാണ്. വേണമെങ്കിൽ ട്രെയിനിൽ ബാത്റൂമിൽ കയറി ചില കലാപരിപാടികൾ കാണിക്കാം. അതിനൊന്നും മുതിരാതെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്ന് വളരെ കൂളായിട്ട് പരസ്യമായി ഈ രീതിയിൽ ഒരു കലാപരിപാടി ഏറെ ഞെട്ടിക്കുന്ന ലോകാവസാനത്തിൻ്റെ ഒരു ആരംഭമായി തന്നെ ഇതിനെ കണക്കാക്കണോ, അല്ലെങ്കിൽ ഇതൊരു കുലത്തൊഴിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പീഡനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കുറവ് വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. கனவில் வந்து எந்த விரல்கள் கோழி குழம்பா புரியாம நான் பாக்குறேன். ஒரு கண்ணில் அமுதமும் மறுக்கண்ணில் மதுரமும் சுமக்கின்ற அழகியலே போல கண்ண மூடு கையால தூக்கி கொஞ்சம்